പി.വി. അൻവറിനെതിരെ വിമർശനവുമായി CPM നേതാവ് പി. ജയരാജൻ. ആരോപണം അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി പറയുകയും ഇതിനുള്ള നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിൽ എന്തിനാണ് തുടർച്ചയായ വാർത്താ സമ്മേളനം നടത്തി അൻവർ പ്രതിപക്ഷത്തിന് ആയുധം കൊടുക്കുന്നത് എന്ന് ജയരാജൻ ചോദിച്ചു. അദ്ദേഹം എഴുതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തുകയാണ്. അപ്പോൾ അന്വേഷണത്തിന് റിപ്പോർട്ട് വരെ കാത്തിരിക്കേണ്ട മര്യാദ അൻവർ പാലിക്കണമല്ലോ. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, RSS നേതാക്കന്മാരുമായിട്ട് ADGP ഏതടിസ്ഥാനത്തിലാണ് അങ്ങോട്ട് പോയി ചർച്ച ചെയ്തത്. അത് അന്വേഷണത്തിന്റെ വിഷയമാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിനെതിരായിട്ട് ADGPക്കെതിരായിട്ട് അൻവർ ഉന്നയിച്ചിട്ടുള്ള അഴിമതി ആരോപണം അതും അന്വേഷണ വിഷയമാണ്. അപ്പോൾ ആ അന്വേഷണ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം വലതുപക്ഷത്തിന് വേണ്ടിയിട്ടുള്ള നാവായി മാറിയിരിക്കുന്നു എന്നതാണ് ഞാൻ ഉന്നയിക്കുന്ന വിമർശനം. അത് വളരെ ശരിയാണ്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്കകത്ത് ഒരു അനുഭാവി തന്നെ ഏതെങ്കിലും പാർട്ടി പ്രവർത്തകനെതിരായിട്ട് ആക്ഷേപം ഉന്നയിക്കുന്നു. അത് കൃത്യമായി പരിശോധിച്ച് നടപടിയെടുക്കുന്ന പാർട്ടിയാണ് CPIM. കോൺഗ്രസിനെ പോലെയാണോ? മുസ്ലിം ലീഗിനെ പോലെയാണോ? BJPയെ പോലെയാണോ? എന്തെല്ലാം തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഈ വലതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനകത്ത് നടന്നിട്ടുണ്ട്, അത് സംബന്ധിച്ചുള്ള പരസ്യമായിട്ടുള്ള തെളിവുകളടക്കം വന്നിട്ട് ഒരു നടപടിയും സ്വീകരിക്കാത്ത വലതുപക്ഷ പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് CPIM പ്രവർത്തിക്കുന്നത്. അത്തരമൊരു പാർട്ടിക്ക് രേഖാമൂലം എഴുതി കൊടുത്തു അഴിമതി രഹിതമായിട്ടുള്ള ഒരു ഭരണം നടത്തുന്ന LDF ഗവൺമെന്റിന് എഴുതി കൊടുത്തു. അതേ സംബന്ധിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് വരുന്നതിന് മുമ്പേ നടത്തുന്ന ഇത്തരം പ്രചരണങ്ങൾക്ക് പിന്നിൽ കൃത്യമായിട്ടുള്ള ഒരു ഗൂഢാലോചനയുണ്ട് എന്ന് സംശയിക്കണം. അതാണ് ഞാനിവിടെ പറഞ്ഞത്. അദ്ദേഹം പക്ഷേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ കേരളത്തിലെ വലതുപക്ഷത്തിന് സഹായകരമാണ്. UDF അദ്ദേഹം പറഞ്ഞതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രക്ഷോഭത്തിന്റെ മാർഗത്തിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ CPIM എന്ന് പറയുന്ന പാർട്ടിയുടെ പ്രവർത്തകന്മാരോ അതിന്റെ ഭാഗമായിട്ട് ആരെങ്കിലുമോ തെറ്റായിട്ടുള്ള നടപടികൾ കൈക്കൊണ്ടുവെങ്കിൽ ആ തെറ്റിനെതിരായിട്ട് ശക്തമായിട്ട് നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയാണ് CPIM. ഗവൺമെന്റിന്റെ ഭാഗമായി ഏതെങ്കിലും ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് തെറ്റായിട്ടുള്ള കാര്യമുണ്ടായി, ഉദാഹരണത്തിന് സുജിത് ദാസ് എന്ന് പറയുന്ന SP അദ്ദേഹം ഒരു അച്ചടക്കത്തിന് വിരുദ്ധമായ നിലയിൽ പ്രവർത്തിച്ചപ്പോൾ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുകയപ്പോൾ അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പാർട്ടിയും ഗവൺമെന്റും ശരിയായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം എന്തിനാണ് ഇത്തരം ഈ വലതുപക്ഷത്തിന് സഹായകരമായിട്ടുള്ള അവർക്ക് ആയുധം നൽകുന്ന നിലയിലുള്ള പ്രചാരണവുമായി വരുന്നത് എന്ന കാര്യത്തിൽ ഒട്ടേറെ സംശയങ്ങൾ വന്നിരിക്കുകയാണ്. ആ സംശയമാണ് ഇവിടെ ഞാൻ പ്രകടിപ്പിക്കുന്നത്. വല്ല തെളിവുകളെയും അടിസ്ഥാനപ്പെടുത്തി ആക്ഷേപം കൊടുക്കണ്ടേ? ഇപ്പോ ഇന്ന് രാവിലത്തെ അൻവറിന്റെ വാർത്താ സമ്മേളനം നിങ്ങളൊക്കെ കണ്ടതുപോലെ ഞാനും കണ്ടു. അദ്ദേഹം ഗൗരവതരമായിട്ടുള്ള ആക്ഷേപം ഇന്നലെ ഉന്നയിച്ചു. അതായത് മുഖ്യമന്ത്രി സഖാവ് പിണറായിയും അതുപോലെ തന്നെ BJP നേതൃത്വവുമായിട്ട് രഹസ്യമായിട്ടുള്ള എന്തെല്ലോ പദ്ധതികളുണ്ട്. ഇന്ന് വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രതിനിധികൾ ചോദിച്ചു, വല്ല തെളിവുണ്ടോ? തെളിവൊന്നുമില്ല. അപ്പോ വായുവിലിങ്ങനെ എന്തും അടിച്ചുവിടാവുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് അൻവർ എത്തിയിരിക്കുന്നു എന്നതാണ് കാണിക്കുന്നത്. ഇതിന് ഓരോന്നിനും മറുപടി പറഞ്ഞ് പോലല്ലോ CPM-ഉം LDF-ഉം ചെയ്യുന്നത്. ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ പ്രഥമ ദൃഷ്ട്യാ കഴമ്പുണ്ടെങ്കിൽ അത് സംബന്ധിച്ച് അന്വേഷിക്കും. ഇനിയും ആരും ഉന്നയിച്ചാൽ അത്തരം കാര്യങ്ങളിൽ അന്വേഷണം നടത്തുമല്ലോ. അൻവർ ഉന്നയിച്ച കാര്യങ്ങളെ സംബന്ധിച്ച് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് അദ്ദേഹം വലതുപക്ഷത്തിന് ആയുധം നൽകിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് CPIM എന്ന് പറയുന്ന പാർട്ടി ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്, ഒരു കൂട്ടു നേതൃത്വമാണ്. സഖാവ് കോടിയേരി അന്തരിച്ചു. ആ മൃതദേഹം, അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം എങ്ങനെയാണ് സംസ്കരിക്കേണ്ടത്, എങ്ങനെയാണ് വിലാപയാത്ര നടത്തേണ്ടത്, ഇതൊക്കെ പാർട്ടി നേതൃത്വം കൂട്ടായി ആലോചിച്ചെടുത്ത തീരുമാനമാണ്. ആ തീരുമാനത്തെപ്പറ്റി വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഈ ഒക്ടോബർ 1-ാം തീയതി സഖാവ് കോടിയേരിയുടെ ഒരു അനുസ്മരണ പരിപാടി കൂടി വരികയാണ്. ആ ഘട്ടത്തിൽ അൻവറിന് അന്നത്തെ വിലാപയാത്രയെ സംബന്ധിച്ച് അഭിപ്രായം പറയുന്നു. അതിനൊക്കെ എന്ത് പറയാൻ പറ്റും? പാർട്ടി നേതൃത്വം കൂട്ടായി ആലോചിച്ചിട്ടൊരു തീരുമാനമാണ് സഖാവ് കോടിയേരിയുടെ വിലാപയാത്രയെ സംബന്ധിച്ചുള്ളത്. അത് സംബന്ധിച്ച് ഇപ്പൊ ചർച്ച ചെയ്യണം.
അൻവറിന് എന്താ അതിന് അവകാശമുള്ളത്? അപ്പോ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അൻവർ ചില ഗൗരവ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നു എന്ന് നടിച്ചുകൊണ്ടാണ് അദ്ദേഹം ചില ആക്ഷേപങ്ങൾ ഉന്നയിച്ചത്. അതിൽ അന്വേഷിക്കേണ്ട വിഷയങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ആ റിപ്പോർട്ട് വരുന്നതിന് മുമ്പേ അദ്ദേഹം അതിന് പുറത്ത് പലതും ഇങ്ങനെ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിനോടൊന്നും പ്രതികരിക്കേണ്ട ഉത്തരവാദിത്വം CPM-നെ സംബന്ധിച്ചില്ല.